റിയാക്ടോറിന്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബേസിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. 2 ഹുക്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ യൂസ് ക്വറി ആണ്. യൂസ് ക്വറി ഹുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് API ഡാറ്റ ഫെച്ച് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് മ്യൂട്ടേഷൻ ഹുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന സമയത്ത് പേജിനേഷനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേജ് സൈസും അതുപോലെ പേജിന്റെ ഇൻഡെക്സും കൊടുത്തിട്ട് മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡാറ്റ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേജിനേഷന് പകരം ഡാറ്റ എങ്ങനെയാണ് ഇൻഫൈനൈറ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് വരുന്നതെന്ന്. അതായത് ഇപ്പൊ ചില വെബ്സൈറ്റ്, ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡാറ്റ ലോഡ് ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു ലോഡ് മോർ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡാറ്റ ഇങ്ങനെ ലോഡ് ചെയ്ത് വരാറുണ്ട് ചില വെബ്സൈറ്റ്സിൽ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു കോമ്പോണന്റ് സ്റ്റുഡന്റ് ലിസ്റ്റ് ഡോട്ട് JXS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഫയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ CSS ഫയൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കോഡ് സ്നിപ്പറ്റ് RIFCE യൂസ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ സെയിം സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതും. അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഡാറ്റ ഫെച്ചിങ് ഒക്കെ ഓൾറെഡി നമ്മൾ യൂസ് ക്വറി ഹുക്ക് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ചെയ്തത്? യൂസ് ക്വറി എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നല്ലേ ചെയ്തത്. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ക്വറി ഹുക്ക് അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് വരുന്ന സമയത്ത് യൂസ് ഇൻഫൈനൈറ്റ് ക്വറി എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കിനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആക്സിയോസ് ലൈബ്രറി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെയിം തന്നെയാണ് ഇവിടെയും. ആക്സിയോസ് ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ സ്റ്റുഡന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള CSS ഫയലിനെയും കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇനി എനിക്ക് ഇനി ഞാൻ ലോഡ് മോഡ് ബട്ടൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബട്ടൺ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ UI നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ മെറ്റീരിയൽ UIയിൽ ബട്ടൺ കോമ്പോണന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബട്ടണെ ഇമ്പോർട്ട് ചെയ്യുവാണ്. മെറ്റീരിയൽ UIന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, നമുക്ക് ഇന്റർഫേസ് ഡിസൈൻ ചെയ്യാൻ ബിൽറ്റ് ഇൻ കോമ്പോണന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് ആണ്. അതായത് ഒരു അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതും. ആ ഫംഗ്ഷൻ ആക്സിയോസ് ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന API എൻഡ് പോയിന്റിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരും. സോ ഞാൻ പ്രീവിയസ് ഫംഗ്ഷനെ ഒന്ന് കോപ്പി ചെയ്യുവാണ് കേട്ടോ. ഇപ്പൊ ഫെച്ച് സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുത്തിരിക്കുന്നത്. അസിങ് കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ പേജ് പാരമാണ്. അതായത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പേജിന്റെ ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് അങ്ങനെ. പിന്നെ ആക്സിയോസ് ഡോട്ട് ഗെറ്റിന്റെ അകത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ JSON സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സെയിം JSON സെർവർ സ്റ്റുഡന്റിന്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. API എൻഡ് പോയിന്റ്. അതിന്റെ അകത്തുനിന്ന് 2 പാരാമീറ്റേഴ്സ് ആണ് URL പാസ് ചെയ്യുന്നത്. ഒന്ന് പെർ പേജിന്റെ കൗണ്ട്, പേജ് സൈസും, അതുപോലെ രണ്ടാമത്തത് ലിമിറ്റും, രണ്ടാമത്തത് പേജിന്റെ ഇൻഡെക്സും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഫെച്ച് ചെയ്ത ഡാറ്റ റിട്ടേൺ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ ഒരു സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോഡിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ലോഡിങ്സ് അത് എനിക്ക് ഒരു 15 ഡാറ്റ ഉള്ള ചെറിയൊരു സ്റ്റുഡന്റ് ഡോട്ട് JSON ഫയൽ അല്ലേ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, API അല്ലേ. അപ്പൊ ഇത് പെട്ടെന്ന് ഡാറ്റ ഫെച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊരു 1 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഫംഗ്ഷൻ ഡാറ്റേനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂസ് ഇൻഫൈനൈറ്റ് ക്വറി എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യണം അല്ലേ. സോ ഞാൻ ഈ ഹുക്കിനെ കോൾ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ക്വറി ഹുക്കിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു ചെയ്തത്? യൂസ് ക്വറി ഹുക്കിനെ കോൾ ചെയ്യുമ്പോൾ ക്വറീനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ക്വറീന്റെ കീ, അതുപോലെ തന്നെ ക്വറി ഫംഗ്ഷൻ, ഈ 2 കാര്യങ്ങൾ കൊടുത്തില്ലേ. സെയിം തന്നെ ഇവിടെയും വേണം. ഫസ്റ്റ് ക്വറി കീ, അവിടെ ഇത് ഞാൻ സ്റ്റുഡന്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ക്വറി ഫംഗ്ഷൻ ആണ്. ക്വറി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്താണ്? ഫെച്ച് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനില്ലേ, ഇതിനെ രണ്ടിനെയും പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂന്നാമത് ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഗെറ്റ് നെക്സ്റ്റ് പാർ എന്ന് പറഞ്ഞിട്ട് ഇതും ഇതിന്റെ ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോ കോൾ ബൈ ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. അപ്പൊ ഇതിന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ലാസ്റ്റ് പേജും അതുപോലെ തന്നെ പേജസും.
ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ലാസ്റ്റ് ഫെച്ച് ചെയ്തിരിക്കുന്ന പേജ്, ഇപ്പൊ സെക്കൻഡ് പേജ് ആണെങ്കിൽ അതായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പേജസ് എന്ന് പറയുന്നത് ഇതുവരെ ഫെച്ച് ചെയ്ത എല്ലാ പേജും. അപ്പോൾ ഫസ്റ്റ് പേജ് ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജസിൽ ഫസ്റ്റ് വരും. അതിന് രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഇതൊരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആയി. ഇവിടെ നമ്മൾ student.json ഫയൽ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേജ് സൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് 5 വരും. അത് കഴിഞ്ഞ് രണ്ടാമത് വരുമ്പം ഈ 10 വരും പേജസിൽ. ഇത് ലാസ്റ്റ് പേജിലാണെങ്കിലോ ഇപ്പൊ 5 തൊട്ട് 10 വരെ, അതായത് ലാസ്റ്റ് ചെയ്ത പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പേജസ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അണ്ടർസ്കോർ പേജസ് സെറ്റ് ചെയ്യുവാണ്. പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് പേജിനെ ഡിസ്പ്ലേ ചെയ്യൂ അല്ലെ. എന്തിനാ ഈ ഗെറ്റ് നെക്സ്റ്റ് പേജ് പാരം എന്ന് പറയുന്നത് ചോദിച്ചാൽ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ പേജിനേഷനിലാണെങ്കിൽ പ്രീവിയസും നെക്സ്റ്റും അല്ലെങ്കിൽ 1 2 3 ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജ് കിട്ടും. ഇൻഫൈനൈറ്റ് ലോഡിംഗിൽ നമുക്ക് അടുത്ത പേജ് കിട്ടാൻ ക്ലിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. ആകെയുള്ളത് ആ ലോഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടൺ ആണ്. പക്ഷെ ആ ബട്ടണിലും പേജിന്റെ ഇൻഡെക്സ് ഇല്ല. അപ്പൊ നെക്സ്റ്റ് ഫെച്ച് ചെയ്യാൻ പോകുന്ന പേജിന്റെ ഇൻഡെക്സ് കൊടുക്കുന്നതാണ് ഗെറ്റ് നെക്സ്റ്റ് പേജ് പാരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാ കൊടുക്കാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് 15 സ്റ്റുഡൻസിന്റെ ഡാറ്റയിലേ ഉള്ളത്. ഒരു പേജിൽ 5 സ്റ്റുഡന്റ് വെച്ച് 3 പേജ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം പേജസിന്റെ കൗണ്ട് ഡോട്ട് ലെങ്ത് എടുക്കുക. അതെന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇനിയും നെക്സ്റ്റ് പേജ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യേണ്ടത് പേജസ് ഡോട്ട് ലെങ്ത്. ഇപ്പൊ എത്രയാണോ ലെങ്ത് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ 1 അടുത്ത പേജിനെ റിട്ടേൺ ചെയ്യണം. എൽസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് അൺഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാൻ പേജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അൺഡിഫൈൻഡിനെ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഇത് മനസ്സിലായില്ലേ? എന്തിനാ നെക്സ്റ്റ് പേജ് പാരം എന്ന് വെച്ചാൽ അടുത്ത സെറ്റ് ചെയ്യേണ്ട പേജിന്റെ ഇൻഡെക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ. ഇനി ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്യുന്നത്? ഇതിന്റെ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റേനെ നമുക്കൊന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. അപ്പൊ ഫസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഡാറ്റ ആയിരിക്കും. രണ്ടാമത് റിട്ടേൺ ചെയ്യുന്നത് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എറർ ആണോ ലോഡിംഗ് ആണോ എന്ത് സ്റ്റാറ്റസിലാണോ ഇപ്പൊ കൊറി ഉള്ളത് അതായിരിക്കും. അടുത്തത് ഹാസ് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ. ഇതെന്താന്ന് വെച്ചാൽ ഇനിയും നെക്സ്റ്റ് പേജ് റിട്ടേൺ ചെയ്യാനുണ്ടോ, അതായത് ഇനിയും നമുക്ക് നെക്സ്റ്റ് പേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അടുത്ത പാരാമീറ്റർ എന്താന്ന് വെച്ചാൽ ഈസ് ഫെച്ചിങ് ആണ്. ഈസ് ഫെച്ചിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഫെച്ചിങ് നടന്നുകൊണ്ടിരിക്കുവാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനൽ പാരാമീറ്റർ ഈസ് ഫെച്ചിങ് നെക്സ്റ്റ് പേജ് ആണ്. അതായത് നെക്സ്റ്റ് പേജ് ഇപ്പൊ നമ്മുടെ അടുത്ത ക്ലിക്കില് നെക്സ്റ്റ് പേജ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുവാണോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമ്മൾ ഈ ക്വറി റിട്ടേൺ ചെയ്യുന്നതിന് ഈ 5 കാര്യങ്ങൾ, അതായത് ഡാറ്റ, സ്റ്റാറ്റസ്, ഹാസ് നെക്സ്റ്റ് പേജ്, ഈസ് ഫെച്ചിങ് നെക്സ്റ്റ് പേജ്, ഇത്രയും കാര്യങ്ങൾ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുത്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡാറ്റേനെ ഒന്ന് കൺസോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ JSON ഡോട്ട് സ്ട്രിങ്ങിഫൈ ഓഫ് ഡാറ്റ എടുക്കുക. നമുക്ക് JSON എഡിറ്റർ ഒന്ന് എടുക്കാം. അപ്പൊ ഇതെങ്ങനെയാ ഡാറ്റ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് പാരംസ് ഉണ്ടാവും, അതുപോലെ പേജസ് ഉണ്ടാവും. നമുക്ക് പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള അരയിലാണ് അരേ ഓഫ് അരേ ആയിട്ടാണ് ഡാറ്റ വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പേജസ് ഉണ്ട്, അതിലൊരു അരയുണ്ട്, അഗെയിൻ അതിന്റെ അകത്താണ് ഓരോ ഒബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റേനെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ പേജസിനെ ഫസ്റ്റ് എടുക്കണം. അപ്പൊ ഞാന് കോൺസ്റ്റ് പേജസ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് പേജസ്. ഡാറ്റേന്ന് ഫസ്റ്റ് പേജസിനെ ആക്സസ് ചെയ്യുവാണ്. ഇനി ഇത് അരേ ഓഫ് അരേ ആയതുകൊണ്ട് ഞാൻ സ്റ്റുഡന്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പേജസ് എന്ന് പറഞ്ഞ അരേനെ ഫ്ലാറ്റ് മാപ്പ് ചെയ്യുവാണ്. പേജ് ഇംപ്ലൈസ് പേജ്. ഇനി ഞാൻ സ്റ്റുഡന്റ് ഡാറ്റേനെ എഗെയിൻ നിങ്ങൾക്കൊന്ന് കൺസോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഫ്ലാറ്റ് മാപ്പ് മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽറ്റ് ഇൻ മെത്തേഡ് അല്ലേ. സോറി, നമ്മളിവിടെ എടുത്തപ്പോ പേജസിന് പകരം പേജ് പാരംസ് ആയി പോയില്ലേ. നമുക്കൊരു ഓപ്ഷണൽ ചെയിനിങ്ങും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ.
ഓപ്ഷണൽ ഷെയ്ഡിങ് ചെയ്യാത്തതുകൊണ്ടായിരുന്നു നമുക്കവിടെ എറർ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ ആവശ്യമുള്ള ഫോർമാറ്റിൽ ഡാറ്റ കിട്ടിയില്ലേ? അതായത് അറേ ഓഫ് ആ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു മാപ്പ് യൂസ് ചെയ്തിട്ട്. ഇനി എന്താ ചെയ്യാ? ഇനി നമുക്ക് പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. ആദ്യം ഒരു UL ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഓരോ LI ടാഗിലും ഇവിടെ ഞാൻ ചെയ്യുന്നത് സ്റ്റുഡന്റിന്റെ നെയിമും അവരുടെ ഏജും ആണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കണ്ടന്റ് കോപ്പി ചെയ്യുവാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ ലിസ്റ്റ് റെൻഡറിങ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടെയ്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ഡിവിഷനും ബട്ടണ് വേണ്ടിയിട്ട് ഒരു ഡിവിഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ലിസ്റ്റിന്റെ ഡിവിഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു UL ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റുഡന്റ് ഡാറ്റയെ കൂടെ മാപ്പ് ചെയ്യുന്നു. ഓരോ സ്റ്റുഡന്റിന്റെ ഐഡി എടുക്കുന്നു, അത് കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ലിസ്റ്റിന്റെ ക്യാപ്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നെയിമും ഏജും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബട്ടണിൽ വരുന്ന സമയത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെറ്റീരിയൽ UIന്റെ ബട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബട്ടന്റെ ഓൺ ക്ലിക്ക് ഇവന്റ് ആണ്. ഓൺ ക്ലിക്ക് ഇവന്റില് ഫെച്ച് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അടുത്ത പേജിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം വേണമല്ലേ? അതിന് നമ്മൾ എഗെയിൻ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനും കൂടെ എടുക്കണം. നെക്സ്റ്റ് പേജിനെ ഫെച്ച് ചെയ്യുന്ന ഫംഗ്ഷൻ എടുക്കണം. പിന്നെ നെക്സ്റ്റ് പേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫെച്ചിങ് നടക്കുവാണെങ്കിൽ ബട്ടൺ ഡിസേബിൾ ചെയ്യണം. വേരിയന്റ് നമ്മൾ മെറ്റീരിയൽ UIയിൽ പറഞ്ഞതാണ് കണ്ടൈൻഡ്, അതായത് ഇതിന്റെ മെറ്റീരിയൽ UIയിൽ സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടൈൻഡ് ടൈപ്പ് ബട്ടൺ ആണ് എടുക്കുന്നത്. പിന്നെ ഒരു ബട്ടൺ ക്ലാസ് ഞാൻ CSS ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഐക്കണും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫെച്ചിങ് നടക്കുവാണെങ്കിൽ ബട്ടൺ ഡിസേബിൾ ചെയ്തിട്ട് ഒരു സ്പിന്നിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലോഡിംഗ് സർക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജ് ഉണ്ടെങ്കിൽ ലോഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ കൊടുക്കും. ഇനി ഫൈനൽ പേജിലാണ് നിൽക്കുന്നെങ്കിൽ നോ മോർ ഡാറ്റ എന്ന് പറഞ്ഞ് ബട്ടൺ ഡിസേബിൾഡ് ആകും. അതുപോലെ ഫെച്ചിങ് നടക്കുവാണ്, അതായത് ഫസ്റ്റ് ഫെച്ചിങ് ആണ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫസ്റ്റ് ഫെച്ചിങ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ആ സ്പിന്നർ ബട്ടനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത പോലെ ഒരു കാര്യം കൂടെ ചെയ്യണം. സ്റ്റാറ്റസ് ലോഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു സ്പിന്നിങ് സെറ്റ് ചെയ്ത് കൊടുക്കും. പേജിന് ഫുള്ളായിട്ട് ഒരു ലോഡിംഗ് സിമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എറർ ആണെങ്കിൽ എറർ ഒക്കേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ ഈ സ്റ്റാറ്റസിനെയും ഈ ഇൻഫൈനൈറ്റ് കൊറിന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം യൂസ് ഇൻഫൈനൈറ്റ് കൊറി എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ആക്സിയോസിനെയും മെറ്റീരിയൽ UIന്റെ ബട്ടനെയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു അസിൻക്രണസ് ബേസിക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതി ഡാറ്റ ഫെച്ച് ചെയ്യുന്നു. അപ്പോൾ യൂസ് ഇൻഫൈനൈറ്റ് കൊറീനെ കോൾ ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് പേജ് വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ തന്നെ ഗെറ്റ് നെക്സ്റ്റ് പാർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ പേജിന്റെ കൗണ്ട് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിന്റെ ഇൻഡെക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫെച്ച് ചെയ്തിരിക്കുന്ന ഡാറ്റ ഒരു അറേ ഓഫ് അറേ ആയിട്ടാണുള്ളത്. അതിന് പേജസ് എടുക്കുന്നു. പേജസിനെ ഫ്ലാറ്റ് മാപ്പ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഡാറ്റയിൽ കൂടെ ലൂപ്പ് ചെയ്ത് ലിസ്റ്റ് റെൻഡർ ചെയ്യുന്നു. എഗെയിൻ ഒരു ബട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിന്റെ ഫംഗ്ഷനെ കോൾ ചെയ്യും. അത് എഗെയിൻ ഈ കൊറീനെ റൺ ചെയ്ത് നെക്സ്റ്റ് പേജ് എടുത്തിട്ട് വരും. പിന്നെ നമ്മളൊരു സ്റ്റാറ്റസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെയും നമ്മൾ ഓപ്ഷണൽ ചെയിനിങ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. അതാണ് നമുക്കിവിടെ എറർ അടിച്ചത്. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ ആ കണ്ട ഐക്കൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മളിവിടെ ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതായത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം ഫെച്ചിങ് ആണ്. നെക്സ്റ്റ് പേജിന്റെ ഫെച്ചിങ് അല്ലെങ്കിലുള്ള ആ ഒരു ബട്ടൺ സ്പിൻ ചെയ്തതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇനി നമ്മൾ ലോഡ് മോറിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസേബിൾഡ് ആയി, ആ സ്പിൻ ചെയ്തു, ഡാറ്റ വന്നു. മൂന്നാമത്തെ പേജും എടുക്കുവാണ്, എഗെയിൻ സ്പിൻ ചെയ്തു. ഫൈനലി നമ്മൾ ഇവിടെ ഒരു ഹാസ് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ബട്ടനെ ഡിസേബിൾഡ് ചെയ്ത് നോ മോർ ഡാറ്റ സെറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പേജ് വരുന്നു, നമ്മൾ ലോഡ് മോർ ചെയ്യുന്നു, എഗെയിൻ ലോഡ് മോർ ചെയ്യുന്നു, ലാസ്റ്റ് പേജ് ആയതുകൊണ്ട് ബട്ടൺ ഡിസേബിൾഡ് ആവുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്രോൾ സെറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം കേട്ടോ. കാരണം ഇത് അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ JXSന്റെ പോർഷൻ ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തത്, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ പോർഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള യൂസ്ഫുൾ ആണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വെബ് ഡെവലപ്മെന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചെറിയ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.